ഇത്ര മഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കൊച്ചിയിൽ നിന്ന് ഒരു 1 ഡേ റോഡ് ട്രിപ്പ് പോയതാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ ഇന്ന് കൊച്ചിയിൽ നിന്ന് ഒരു റോഡ് ട്രിപ്പ് പോയതാ. ഇത്രയും കിടിലനൊരു 1 ഡേ ട്രിപ്പ് ഞാൻ പോയിട്ടേ ഇല്ല. നമ്മൾ ആദ്യം ലൊക്കേഷൻ ഇട്ടത് കൊച്ചിയിൽ നിന്ന് നേരെ ഇലവിഴ പുഞ്ചിറയിലേക്കാണ്. പോകുന്ന വഴിയിലെല്ലാം റംബൂട്ടാനാണ് എനിക്ക് കാണാൻ പറ്റിയത്. എവിടെ നോക്കിയാലും അത്രയധികം റംബൂട്ടാൻ. മാങ്ങ വീണ് കിടക്കണ പോലെ നിലത്തൊക്കെ കുറെ വീണ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീടുകളിലും നോക്കിയപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ ലിച്ചിയൊക്കെ നിൽക്കണം നമുക്ക് കാണാൻ സാധിച്ചു. പറിക്കണമെന്ന് മനസ്സ് പറഞ്ഞെങ്കിലും നാട്ടുകാരുടെ ഇടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ആ പദ്ധതി വിട്ട് യാത്ര തുടർന്നു. നല്ല മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളിൽ കൂടെ തന്നെയായിരുന്നു എന്റെ യാത്ര. നല്ല മഴയും വയലിലൊക്കെ ആണെങ്കിൽ ചോളം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് വിശന്ന് ഒരു കടയിൽ നമ്മൾ എത്തി. പിന്നെ നമ്മളൊന്നും നോക്കില്ല, അടിപൊളി ഒരു ഊണും അതിന്റെ കൂടെ ഒരു ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി നല്ലൊരു കിട്ടിലൻ ഊണ് തന്നെ കഴിച്ചു. പിന്നെ പോണ വഴിയാണ് നമ്മുടെ പഴയ ആഞ്ഞിലിച്ചക്ക എന്റെ കണ്ണിൽപ്പെട്ടത്. അതും ഒരെണ്ണം ഞാൻ കഴിക്കലാക്കി. അപ്പോഴേക്ക് ഇലവിഴ പൂഞ്ചിറയെല്ലാം മല കയറാനുള്ള സമയമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കില്ല, ഒരു ചായ കുടിച്ചിട്ട് മല കയറാന്ന് ഓർത്തു. അപ്പോഴാണ് ഇവിടുത്തെ കിണറിന്റെ കണ്ണിൽപ്പെട്ടത്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമുള്ള ഒരു കിണർ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അതിന്റെ അടിത്തട്ട് വരെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്ര ആംബിയൻസ് ഉള്ള ഒരു ചായക്കട ഞാൻ ഈ ഇടക്കൊന്നും കയറിയിട്ടില്ല. പുറത്തൊക്കെ ആകെ മഴ, ഒരു വല്ലാത്ത ഫീലായിരുന്നു അവിടെ ഇരിക്കാൻ. അങ്ങനെ നമ്മൾ മല കയറി തുടങ്ങി. മഴയൊക്കെ പെയ്ത് ആകെ അടിപൊളി ക്ലൈമറ്റിൽ കിടക്കുമായിരുന്നു. ഇടയ്ക്ക് നമുക്ക് ഒരു വാട്ടർ ക്രോസിംഗും കിട്ടി. അങ്ങനെ ഇലവിഴ പൂഞ്ചിറ എത്തി. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മൊത്തം മഞ്ഞിൽ മൂടി കിടക്കുന്നു. ഇലവിഴ പൂഞ്ചിറ വിശേഷത്തിനായി പാർട്ട് 2 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുവേണ്ടി അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ അടിച്ചോ. സ്റ്റേ ട്യൂൺഡ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. നിങ്ങൾ വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരെ നമ്മുടെ പുള്ളിക്കാനത്തേക്ക് വന്നിട്ടു. കിട്ടില്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ. വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. കൊച്ചിയിൽ നിന്ന് പുള്ളിക്കാനത്തേക്ക് ഒരു 1 ഡേ ട്രിപ്പ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരാണെ നേരെ അത് കണ്ടിട്ട് വരും. അങ്ങനെ നമ്മൾ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എത്തിയിരിക്കുന്നു. മൊത്തം മഞ്ഞിൽ മൂടിയിരിക്കുന്നു. അവിടുത്തെ തടാകവും അതുപോലെ തന്നെ മലമുകളൊക്കെ മൊത്തം മഞ്ഞിൽ പുതച്ചിരിക്കുക. അതുപോലെ ഇവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല, നേരത്തെ വാങ്ങി വെച്ച ആഞ്ഞിലിച്ചക്ക കഴിക്കാൻ തീരുമാനിച്ചു. ആ മലമുകളിൽ ഇരുന്ന് അത് കഴിക്കാൻ അതൊരു വല്ലാത്തൊരു സുഖം തന്നെയായിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ ഇലവിഴ പൂഞ്ചിറയിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ പുള്ളിക്കാനത്തേക്കാണ്. നിറച്ച് മഞ്ഞായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റുള്ള വണ്ടിയൊന്നും എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. മല കയറി ഇറങ്ങി ക്ഷീണിച്ചുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കണം, അതാണ് അടുത്ത ലക്ഷ്യം. ആ യാത്രയിൽ ചുറ്റുമുള്ള കാഴ്ചകൾ ഗംഭീരമായിരുന്നു. അങ്ങനെ നമ്മളൊരു കട കണ്ടെത്തി. ചുറ്റും നോക്കുമ്പോൾ കോട ഇറങ്ങി വരുന്നു. കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ ഒരു ചെറിയ പേടി പോലെ തോന്നി. പക്ഷേ ആ കാഴ്ച അത് ഭയങ്കര മനോഹരമായിരുന്നു. മഞ്ഞിങ്ങനെ മലയിൽ കൂടി ഒഴുകി വരുന്നു. ഒരു ബ്രെഡ് ഓംപ്ലേറ്റും കഴിച്ച് ആ കാഴ്ചയും കണ്ടു നിന്നപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ചായക്കടക്ക് സ്വന്തമായിട്ട് ഒരു അരുവിയുണ്ട്. കടയിലെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ ആ യാത്ര ചെയ്ത് റോഡിലൂടെയല്ല, സ്വർഗത്തിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമായിരുന്നു ചുറ്റിനുള്ള കാഴ്ചകൾ. കോട വന്നാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. പുള്ളിക്കാനത്ത് പോകാത്തവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ടൈമിന് പോകണം. മഞ്ഞും മഴയും എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് തണുത്തു. അപ്പൊ കൊച്ചിയിൽ നിന്ന് 1 ഡേ ട്രിപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.